ഹലോ. അപ്പോൾ രണ്ട് തരം സെൻറ്റൻസുകൾ ഞാൻ പറയാവേ. ഐ ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ, ഐ ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ. ഈ രണ്ട് സെൻറ്റൻസും കറക്റ്റാണ്. പക്ഷേ ഈ രണ്ട് സെൻറ്റൻസും നമ്മൾ രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഐ വോണ്ട് ടു സിറ്റ്, അപ്പോൾ അവിടെ ഐ വോണ്ട് സിറ്റിംഗ് അങ്ങനെ പറയാൻ പറ്റുമോ? ഐ ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ, ഐ ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ രണ്ട് രീതിയിൽ നമ്മൾ പറഞ്ഞപ്പം ഈ സെൻറ്റൻസ് എങ്ങനെ പറയാൻ പറ്റുമോ? ഐ വോണ്ട് ടു സിറ്റ്, ഐ വോണ്ട് സിറ്റിംഗ് എന്ന്. അത് പറ്റില്ല. അതുപോലെ തന്നെ ഷീ സ്റ്റോപ്പ് ടു ഡ്രിങ്ക് കോഫി, ഷീ സ്റ്റോപ്ഡ് ഡ്രിങ്കിങ് കോഫി. ഇത് രണ്ടിൻ്റെ അർത്ഥം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ കുറേ ബുക്സ് വായിച്ചാൽ ഈ കാര്യം പിടികിട്ടും. ഇത് പിടികിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ബേസിക് സെൻറ്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഐ വോണ്ട് ടു സിറ്റ്, ഐ വോണ്ട് സിറ്റിംഗ്, ഐ വോണ്ട് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ തെറ്റാ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് ഈ വേർബ് കഴിഞ്ഞിട്ട് ടു വെച്ച് പറയേണ്ടതെന്നും അല്ലെങ്കിൽ ING വെച്ച് പറയേണ്ടതെന്നും അറിയണം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ്. എൻ്റെ കൂടെ വളരെ സ്ലോ ആയി ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യം തന്നെ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇത് എപ്പോഴും ഉപയോഗിക്കാവുന്ന ട്രിക്കല്ല, പക്ഷേ മോസ്റ്റ്ലി മിക്ക കേസസിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ പൊതുവെ ഈ സെൻറ്റൻസ് ഉണ്ടോ, എവിടെയാണ് ഈ പ്രശ്നം? ഐ വോണ്ട് ടു സ്ലീപ്പ്, ഐ വോണ്ട് സ്ലീപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ വോണ്ട് കഴിഞ്ഞിട്ട് ടു വെച്ച് പറയണം, അല്ലെങ്കിൽ വോണ്ട് കഴിഞ്ഞിട്ട് അടുത്ത സ്ലീപ്പിൻ്റെ ING ഫോം ഉപയോഗിക്കണം. ഇതാണ് നമ്മുടെ കൺഫ്യൂഷൻ. അപ്പോൾ ഈ ടു വെച്ചിട്ട് പറയുക പൊതുവെ എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഐ വോണ്ട് ടു സ്ലീപ്പ്, എനിക്ക് ഒന്ന് ഉറങ്ങണം. അപ്പോൾ ഇപ്പോൾ ഉറങ്ങുകയല്ലോ, ഉറങ്ങണം, എനിക്കൊരു പ്ലാൻ ചെയ്യാണ്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ പൊതുവെ നമ്മൾ ടു വെച്ചിട്ടാണ് പറയാം. ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. ഇതാണ് ഒരു കുഞ്ഞ് ടിപ്പ്, പക്ഷേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ING എപ്പോഴാണ് വരിക? നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസസിനെ കുറിച്ച് പറയുമ്പം, ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ല, നമ്മുടെ എക്സ്പീരിയൻസസ് പറയാണ്. അത് നമുക്ക് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചല്ല, പകരം നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നതിലാണ് ഫോക്കസ് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ ING ഉപയോഗിക്കുക. വ്യത്യാസം മനസ്സിലായോ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഭാവിയിലാണ്. അപ്പോൾ ആ ഭാവിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുള്ള രീതിയിലുള്ള മീനിങ് വരുന്ന സെൻറ്റൻസുകൾ നിങ്ങൾ ടു വെച്ചിട്ടാണ് പറയുക. ING എപ്പോഴാണ്? നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ എൻഡ് റിസൾട്ടല്ല, ഉറങ്ങണം അതല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യണം. എന്താണ് ആ പ്രോസസ്സ്, അതിലേക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ING ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? ഇനി നമുക്കത് അപ്ലൈ ചെയ്യാം. അവൾക്ക് ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കണം, എങ്ങനെ പറയും? അപ്പോൾ ഉണ്ടാക്കുന്നത് എൻജോയ് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്, അവൾക്ക് ഉണ്ടാക്കണം, ഭാവിയിൽ ഒരു കാര്യം ഉണ്ടാക്കണം. അപ്പോൾ എന്താ വരിക? ഭാവിയിൽ ചെയ്യണം എന്ന് പറയുമ്പോൾ ടു. അപ്പോൾ ഷീ വോണ്ട്സ് ടു മേക്ക് എ ചോക്ലേറ്റ് കേക്ക്. മനസ്സിലായോ? ഷീ വോണ്ട്സ് ടു മേക്ക് എ ചോക്ലേറ്റ് കേക്ക്. ഇനി അവൾ ചോക്ലേറ്റ് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് നന്നായി ആസ്വദിക്കാറുണ്ട്, പക്ഷെ അവൾക്ക് ഇഷ്ടമാണ് അത് ചെയ്യുന്നത്. അപ്പോഴോ അങ്ങനെ ആസ്വദിക്കുന്നുണ്ടെന്നുള്ള അർത്ഥത്തിൽ എൻജോയ്. അപ്പോൾ ഷീ എൻജോയ്സ്, ഷീ വരുമ്പോൾ എൻജോയ്സ് വേണ്ടേ? ഷീ എൻജോയ്സ് ഉണ്ടാക്കുക, മേക്കിംഗ് ചോക്ലേറ്റ് കേക്ക്സ്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസ് നോക്കിയേ. ഷീ വോണ്ട്സ് ടു മേക്ക് എ ചോക്ലേറ്റ് കേക്ക്, അവൾക്കൊരു സംഭവം ചെയ്യണം, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ആ അവസാനം ഉണ്ടാവുന്ന ആ പ്രൊഡക്റ്റിലാണ് ആ ഫോക്കസ് അല്ലേ? പക്ഷേ രണ്ടാമത്തെ കേസിലോ, ഷീ എൻജോയ്സ് മേക്കിംഗ് ചോക്ലേറ്റ് കേക്ക്സ്. ആ പ്രോസസ്സ് അല്ലേ, ആ ഉണ്ടാക്കുന്ന ആ രീതി, മെല്ലെ മെല്ലെ ആ ബട്ടറും ചോക്ലേറ്റും മൈദയൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കുന്ന ആ പ്രോസസ്സ്, ആഹാ എന്തൊരു സുഖം. ഷീ എൻജോയ്സ് മേക്കിംഗ് ചോക്ലേറ്റ് കേക്ക്സ്. അപ്പോൾ എൻജോയ്സ് കഴിഞ്ഞിട്ട് ടു ഇല്ല, മേക്കിംഗ് ING ആണ്. മനസ്സിലായോ? ഇനി നമ്മൾ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ച് വേറൊരു സെൻറ്റൻസ് പറയാം. ഇത്തവണ പരീക്ഷ പാസ്സാവുമെന്ന് ഞാൻ വിചാരിക്കണു, അങ്ങനെ പറയില്ലേ? അതിങ്ങനെ പറയാം. ഐ ഹോപ്പ് ടു പാസ് ദ എക്സാം ദിസ് ടൈം. ഇത്തവണ, ദിസ് ടൈം. ഐ ഹോപ്പ് ടു പാസ് ദ എക്സാം. കണ്ടോ? ഐ ഹോപ്പ് പാസിങ് ദ എക്സാം അല്ല. അതെന്താ? എനിക്കൊരു പ്രവൃത്തി അങ്ങ് ചെയ്യണം, ഭാവിയിൽ ഇതങ്ങ് ടിക്കിടണം, ഈ സാധനം ചെയ്ത് കഴിഞ്ഞു എന്നാവണം. അതാണ് ഐ ഹോപ്പ് ടു പാസ് ദ എക്സാം ദിസ് ടൈം. അല്ലാതെ എക്സാം ഇങ്ങനെ ആസ്വദിച്ച് എഴുതുന്ന കാര്യമല്ലല്ലോ പറയണത്. മനസ്സിലായോ? ഐ ഹോപ്പ് ടു പാസ് ദ എക്സാം ദിസ് ടൈം. ഇനി ഞാൻ പ്ലാൻ ചെയ്യാണ് ഒരു കാര്യം. എന്താണത്? പുറത്ത് പോയി പഠിക്കുന്ന കാര്യം. അപ്പോൾ ഫ്യൂച്ചറിൽ പുറത്ത് പോയിട്ട് നമുക്കൊരു കാര്യം ചെയ്യണം. അതെന്താണത്? പഠിക്കണം. പുറത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഗോ എബ്രോഡ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ മൈ സ്റ്റഡീസ്. അപ്പോൾ ഐ വോണ്ട് ടു ഗോ എബ്രോഡ് ഫോർ മൈ സ്റ്റഡീസ് എന്ന് പറയാം അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുകയാണ് നമ്മൾ. ഐ എം പ്ലാനിങ് ടു ഗോ എബ്രോഡ് ഫോർ മൈ സ്റ്റഡീസ്. അപ്പോൾ അവിടെയൊക്കെ ടു ഗോ എബ്രോഡ്. ഐ എം പ്ലാനിങ് ടു ഗോ എബ്രോഡ് ഫോർ മൈ സ്റ്റഡീസ്.
എന്ത് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്? ടു ഗോ അബ്രോഡ്. നിനക്ക് അവരുടെ കൂടെ പോകണോ? എങ്ങനെ പറയും? ഡു യു വോണ്ട് ടു ഗോ വിത്ത് ദം? അവരുടെ കൂടെ പോകണോ? ഡു യു വോണ്ട്, എന്താ വേണ്ടത്? ഡു യു വോണ്ട് എന്ന് വെച്ചാൽ എന്തെങ്കിലും വേണമെന്ന്. എന്താ വേണമെന്ന് പറയണത്? ടു ഗോ വിത്ത് ദം, അവരുടെ കൂടെ പോകണോ. അപ്പോൾ പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വോണ്ടൊക്കെ വരുമ്പോൾ എപ്പോഴും വോണ്ട് ടു ഡു സംതിങ്, ആ രീതിയിലാണ് സെൻറ്റൻസ് വരിക. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നീഡ്, വോണ്ടും നീഡൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴും ടു, അല്ലാതെ ING ഫോം അല്ല കേട്ടോ വരിക. ഐ വോണ്ട് ടു ഗോ വിത്ത് ദം, എനിക്ക് അവരുടെ കൂടെ പോകണം. ഐ നീഡ് ടു വർക്ക്, എനിക്ക് വർക്ക് ചെയ്യണം. അപ്പോൾ മനസ്സിലായോ? വോണ്ടും നീഡൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. എപ്പോഴും ടു, വോണ്ട് ടു, നീഡ് ടു, അങ്ങനെ പറയാം. ഞാൻ തീരുമാനിച്ചു എന്ത്? ജോലി രാജിവെക്കാൻ. എങ്ങനെ പറയും? രാജിവെക്കുക, ടു ക്വിറ്റ്. എന്ത്? എൻ്റെ ജോലി. ടു ക്വിറ്റ് മൈ ജോബ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു. ഐ ഡിസൈഡഡ്. അപ്പോൾ ഞാനൊരു കാര്യം കൂടെ ഭാവിയിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എന്താ വരിക? ഫ്യൂച്ചർ എന്താ? ടു. ഐ ഡിസൈഡഡ് ടു ക്വിറ്റ് മൈ ജോബ്. ഐ ഡിസൈഡഡ് ക്വിറ്റിംഗ് മൈ ജോബ് എന്നല്ല വരുന്നത്. മനസ്സിലായോ? നമ്മൾ ഭാവിയിലത്തെ ഒരു പ്രവൃത്തി, ഒരു സംഭവം അത് ചെയ്യാമെന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. അല്ലാതെ നമ്മൾ എക്സ്പീരിയൻസ് അല്ല പറയണത്. അപ്പോൾ എന്തായാലും ടു വെച്ചിട്ടാണ് പറയണ്ടത്. ഐ ഡിസൈഡഡ് ടു ക്വിറ്റ് മൈ ജോബ്. ഒരു ചെറിയ കുട്ടിയുണ്ട്, അവൻ സന്തോഷമായിട്ടിരിക്കാൻ അവന് അർഹതയുണ്ട്, അങ്ങനെ പറയില്ലേ? ഈ അർഹത എന്ന് പറയാ, അർഹിക്കുക, ടു ഡിസേർവ് അല്ലേ? ഡിസേർവ് ചെയ്യാണ് അർഹിക്കുക. അപ്പോൾ ഹിസ് എ സ്മോൾ ബോയ്, അവന് ചെറിയ കുട്ടിയാണ്, അവൻ സന്തോഷമായിരിക്കുന്നത് അവൻ അർഹിക്കുന്നുണ്ട് അല്ലേ? ചെറിയ കുട്ടികളൊക്കെ സന്തോഷമായിട്ടിരിക്കണ്ടേ? അപ്പോൾ അത് അവൻ അർഹിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഹി ഡിസേർവ്സ് ടു ബി ഹാപ്പി. ടു ബി ഹാപ്പി, ബി ആണ് അവിടുത്തെ വേർബ്. ഈ ബിയുടെ കാര്യം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ബേസിക് ഇംഗ്ലീഷ് സെൻറ്റൻസസും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ നല്ലൊരു കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എൻ്റെ ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മറന്നു പോകാതിരിക്കാൻ കുറേ ക്വിസസൊക്കെ ഉണ്ട്. ആ കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കണം. എൻ്റെ വാട്സാപ്പ് ഒന്നുമില്ല, വാട്സാപ്പ് വഴിയൊന്നും അല്ല കോഴ്സ്, ഒരു വെബ്സൈറ്റ് വഴിയാണ്. അപ്പോൾ അതിലെ വീഡിയോസും യൂട്യൂബ് വീഡിയോസൊന്നും അല്ല, അതിന് വേറെ വീഡിയോസാണ്. ആ വീഡിയോസ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ആദ്യം മുതൽ ക്രമത്തിൽ പഠിച്ചു പോകുന്ന രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സ് ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾ കോഴ്സ് ജോയിൻ ചെയ്യാൻ സാധിക്കുന്ന സാമ്പത്തിക ചുറ്റുപാടിലല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാവുന്ന രീതിയിലുള്ള യൂട്യൂബ് വീഡിയോസ് ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ആയിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവിടെ കണ്ടു നോക്കിയാൽ മതി. ആ രീതിയിൽ പഠിക്കാം. അല്ലെങ്കിൽ കോഴ്സ് ജോയിൻ ചെയ്യാം, ഒരു 3 മാസത്തെ കോഴ്സാണ്, അത് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ടു ബി, ബി ഒരു വേർബാണ്. അപ്പോൾ ടു ബി അല്ലേ? ഐ വോണ്ട് ടു ഡ്രിങ്ക്, അതുപോലെ ഹി ഡിസേർവ്സ് ടു ബി ഹാപ്പി. മനസ്സിലായോ? അവിടെ ING ഫോം വരികയായിരുന്നു, ഇങ്ങനെ വരിക, ഹി ഡിസേർവ്സ് ബീയിങ് ഹാപ്പി. ബിയുടെ ING ബീയിങ് ആണ്. ആ വീഡിയോ കണ്ടിട്ടില്ലേ ബീയിങ്ങിൻ്റെ? ഇല്ലെങ്കിൽ ഇവിടെ ലിങ്ക് ചെയ്യാം, അത് കണ്ടോളൂ കേട്ടോ ബീയിങ്ങിൻ്റെ. അപ്പോൾ ഇവിടെ ബീയിങ് അല്ല വരിക എന്ന് ഞാൻ പറയണത്. ഹി ഡിസേർവ്സ് ടു ബി ഹാപ്പി, ഫ്യൂച്ചറിലെ കാര്യം, അവൻ അത് അർഹിക്കുന്നുണ്ട്. ഇനി നമുക്ക് എക്സ്പീരിയൻസുകളുടെ കാര്യങ്ങൾ നോക്കാം. നിങ്ങൾ ഗോവയ്ക്ക് ഒരു ട്രിപ്പ് പോകണത് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു നല്ല മനോഹരമായ സ്വപ്നമാണ് അല്ലേ? ഗോവയ്ക്ക് ഒരു റോഡ് ട്രിപ്പ് പോകണത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഒന്ന് ഓർത്ത് നോക്കാനല്ലേ പറയണത്. അപ്പോൾ എങ്ങനെ വരിക? ഇമാജിൻ ഗോയിങ് ഓൺ എ റോഡ് ട്രിപ്പ് ടു ഗോവ. അപ്പോൾ ING ഫോമാ. ഇമാജിൻ ടു ഗോ അല്ല, ഇമാജിൻ ഗോയിങ് ഓൺ എ റോഡ് ട്രിപ്പ് ടു ഗോവ. മനസ്സിലായോ? അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ കാലം ഞാൻ ഉണ്ടായിരുന്നു, പിന്നെ അവരൊക്കെ വിട്ടുപോയി. പക്ഷെ അവരെ കൂടെ ഉള്ളത് ഞാൻ മിസ് ചെയ്യുന്നത്. എങ്ങനെയാ പറയാ? എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ളത് ഞാൻ മിസ് ചെയ്യുന്നത് എങ്ങനെ പറയും? ഐ മിസ് ബീയിങ് വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ബിയുടെ ING ഫോം ബീയിങ് ആണെന്ന്. ഐ മിസ് ബീയിങ് വിത്ത് മൈ ഫ്രണ്ട്സ്. നല്ല രസമായിരുന്നു, ഇറ്റ് വാസ് സോ നൈസ്. ഇനി യാത്ര ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. എന്താ പറയുക? ഐ എൻജോയ് ട്രാവലിംഗ്. ഐ എൻജോയ് ടു ട്രാവൽ എന്ന് പറയരുത്, ഐ എൻജോയ് ട്രാവലിംഗ്. അവള് പുസ്തകം വായിക്കുന്നത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഷീ എൻജോയ്സ് റീഡിങ് ബുക്സ്. ഇപ്പോൾ കണ്ടോ, എപ്പോഴും എൻജോയ് കഴിഞ്ഞിട്ട് റീഡിങ്, ടു റീഡ് അല്ല വരിക. കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയുന്നത് അവോയ്ഡ് ചെയ്യാറുണ്ട്. എങ്ങനെ പറയാ? ഐ അവോയ്ഡ് ആൻസറിങ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്. ആ എക്സ്പീരിയൻസ് അതാണ് പറയണത്. ഐ അവോയ്ഡ് ആൻസറിങ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ടെക്നിക്ക് വെച്ച് പഠിക്കാൻ നോക്കാം, പക്ഷെ ഇതിലും കുറച്ച് എക്സെപ്ഷൻസ് വരും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഈ വാക്കുകൾ, അവോയ്ഡ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ടു അല്ല, അവോയ്ഡ് ഡൂയിങ്, ING ആണ് വരിക, അത് പഠിക്കുക. അതാണ് കുറച്ചുകൂടെ എളുപ്പം. ആക്ച്വലി നിങ്ങൾ ബുക്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ വരും. അല്ലെങ്കിൽ നിങ്ങൾ ദുബായിക്ക് മാറുന്ന കാര്യം ആലോചിച്ചിട്ടുണ്ടോ? അതെങ്ങനെ പറയാം? ഹാവ് യു തോട്ട് അബൌട്ട് എന്ന് പറയാം. അല്ലെങ്കിൽ ഹാവ് യു എവർ കൺസിഡേർഡ്, അത് കൺസിഡർ ചെയ്യുക, പരിഗണിക്കുക. ഹാവ് യു എവർ കൺസിഡേർഡ് മൂവിങ് ടു ദുബായ്? മൂവിങ് ആണ്. ആ ടു ദുബായിയുടെ ടു, ദുബായിലേക്ക് എന്നുള്ള ടു ആണ്. ആ ടു അല്ല ഞാൻ പറയുന്നത് കേട്ടോ.
ഹാവ് യു എവർ കൺസിഡേർഡ് ടു മൂവ് ടു ദുബായ് എന്ന് പറയരുത്. ഹാവ് യു എവർ കൺസിഡേർഡ് മൂവിങ് ടു ദുബായ്. ഇനി ചില വേർബ്സ് ഉണ്ട്, ഇത് നിങ്ങൾ ഒന്ന് സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ലൈക്ക്, ലവ്, ഹെയ്റ്റ്, ഡിസ്ലൈക്ക്, പ്രിഫർ, അങ്ങനത്തെ വേർബ്സ് ഒക്കെ ടൂവും വരാം INGയും വരാം. ഒരു ഉദാഹരണം പറയാം. എനിക്ക് ഫുട്ബോൾ കളിക്കുന്നത് ഇഷ്ടമാണ്. ഐ ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ. അപ്പം അത് എന്താ അർത്ഥം വരുന്നത്? ഐ ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ. അതിൻ്റെ എന്താ അർത്ഥം വരുന്നത്? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ചെറിയ വ്യത്യാസം ഉണ്ട് ആക്ച്വലി. ഐ ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ എന്ന് വെച്ചാൽ നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് ജനറലി പൊതുവെ എനിക്ക് ഫുട്ബോൾ കളിക്കുന്നത് ഇഷ്ടമാണ്. ഐ ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ. എന്നാൽ ഐ ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ ആ സെൻറ്റൻസ് എങ്ങനെ ഉപയോഗിക്കാന്ന് അറിയോ? ഐ ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ ആഫ്റ്റർ മൈ സ്കൂൾ. എൻ്റെ സ്കൂളിന് ശേഷം എനിക്ക് ഫുട്ബോൾ കളിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ സ്കൂൾ വിട്ടിട്ട് വന്നിട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ടു പ്ലേ എന്ന് ഉപയോഗിക്കുക നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. എന്ന് വെച്ചാൽ സ്കൂളിന് ശേഷം, എപ്പോഴത്തെയും കാര്യമല്ലല്ലോ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ടു വെച്ചാൽ പറയാം. അപ്പോൾ മനസ്സിലായല്ലോ. ഐ ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ എന്ന് വെച്ചാൽ എനിക്ക് പൊതുവെ ഫുട്ബോൾ ഇഷ്ടമാണ്, കളിക്കുന്നത് ഇഷ്ടമാണ്. ഐ ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ ആഫ്റ്റർ മൈ സ്കൂൾ. അല്ലെങ്കിൽ എനിക്ക് പുറത്ത് കഴിക്കുന്നത് ഇഷ്ടമല്ല. ഐ ഹേറ്റ് ഈറ്റിംഗ് ഔട്ട്സൈഡ്. അവളുടെ കൂടെ പുറത്ത് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ ഹേറ്റ് ടു ഈറ്റ് ഔട്ട്സൈഡ് വിത്ത് ഹെർ. അവളുടെ കൂടെ എന്ന് പറയുമ്പോൾ ടു ഈറ്റ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പൊതുവെ നമ്മൾ ലൈക്ക്, ഡിസ്ലൈക്ക്, ഹെയ്റ്റ് ഇങ്ങനത്തെ വാക്കിൻ്റെ ഒക്കെ ഒപ്പം ഒന്നില്ലെങ്കിൽ ING വരാം, അല്ലെങ്കിൽ ടു വരാം, രണ്ടും വരാം. പക്ഷെ അത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. ഐ ഹേറ്റ് ഡൂയിങ് സംതിങ് എന്നും പറയാം, ഐ ഹേറ്റ് ടു ഡൂ സംതിങ് എന്നും പറയാം. പക്ഷേ ഐ ഹേറ്റ് ഡൂയിങ് സംതിങ് പൊതുവായ കാര്യങ്ങൾക്ക് പറയുമ്പോൾ, ഇപ്പോൾ പൊതുവായി എനിക്ക് പുറത്ത് കഴിക്കുന്നത് ഇഷ്ടമല്ല. ഐ ഹേറ്റ് ഈറ്റിംഗ് ഔട്ട്സൈഡ്. എന്നാൽ ഒരു വ്യക്തിയുടെ കൂടെ പുറത്ത് പോയി കഴിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയാൻ ഐ ഹേറ്റ് ടു ഈറ്റ് ഔട്ട്സൈഡ് വിത്ത് ഹെർ. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് അറിയോ, ചില സമയത്ത് ഈ രണ്ട് രീതിയിൽ നമ്മൾ ഉപയോഗിക്കാന്ന് പറഞ്ഞില്ലേ, അത് രണ്ട് അർത്ഥങ്ങൾ വരും. അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സ്റ്റോപ്പ് ഡ്രിങ്കിങ് കോഫി. നീ കാപ്പി കുടിക്കുന്നത് നിർത്തൂ. ഏതു നേരം ഇങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കും. അത്ര കഫീനാണ് അതിൽ, കുടിക്കരുത്. സ്റ്റോപ്പ് ഡ്രിങ്കിങ് കോഫി, അതാണ് അതിൻ്റെ അർത്ഥം. ഷി സ്റ്റോപ്ഡ് ടു ഡ്രിങ്ക് കോഫി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവള് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. അവള് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാപ്പി കുടിച്ചാലോ, ഉറക്കക്ഷീണം അല്ലേ, 4 മണിയായില്ലേ, ഒന്ന് നിർത്താം. അപ്പോൾ അവൾ മെല്ലെ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കഫേയിൽ കയറി. ഷീ സ്റ്റോപ്ഡ് ടു ഡ്രിങ്ക്. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ടു ഡ്രിങ്ക് കോഫി. മനസ്സിലായോ? സ്റ്റോപ്പ് ഡ്രിങ്കിങ് എന്ന് വെച്ചാൽ ആ കാര്യം നിങ്ങൾ നിർത്തൂ, ആ പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നത് നിർത്തൂ, ആ ശീലം നിർത്തൂ. സ്റ്റോപ്ഡ് ടു എന്ന് വെച്ചാൽ ഒരു ബ്രേക്ക് എടുത്തു എന്നാണ് അർത്ഥം. ഐ സ്റ്റോപ്പ് ടു ക്യാച്ച് മൈ ബ്രെത്ത്. ബ്രെത്ത് എന്ന് വെച്ചാൽ ശ്വാസം. ഒന്ന് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നു. നല്ല ഓട്ടപ്പാച്ചിലായിരുന്നു. അപ്പം അതിനിടയിൽ ഐ സ്റ്റോപ്ഡ് ടു ക്യാച്ച് മൈ ബ്രെത്ത്. ഞാൻ ഒന്ന് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒരു പോസ് എടുത്തു, ഒരു ബ്രേക്ക് എടുത്തു എന്ന്. ഐ സ്റ്റോപ്ഡ് ബ്രീത്തിങ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ ശ്വസിക്കുന്നത് നിർത്തി. ഞാനിങ്ങനെ പിടിച്ചിരുന്നു. ഭയങ്കര ഒരു ചീത്ത മണം, ഞാൻ ബ്രീത്ത് ചെയ്ത് നിർത്തി. അല്ലെങ്കിൽ പറ്റുന്നില്ല, ഐ സ്റ്റോപ്ഡ് ബ്രീത്തിങ്. മനസ്സിലായോ? അപ്പോൾ സ്റ്റോപ്ഡ് ടു എന്ന് വെച്ചാൽ ഒരു ബ്രേക്ക് എടുത്തു എന്ന് തന്നെയാണ് അർത്ഥം. സ്റ്റോപ്പ് ഡൂയിങ് സംതിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്നത് നിർത്തുക, അല്ലെങ്കിൽ ആ ശീലം ഒഴിവാക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ വരുന്ന വാക്കുകൾ ഒന്ന് സ്റ്റോപ്പ്, ഒന്ന് റിമെമ്പർ, ഒന്ന് ഫോർഗെറ്റ്, ഒന്ന് റിഗ്രറ്റ്. ഇപ്പോൾ ഐ റിമെമ്പർ ഗോയിങ് ടു അവർ ഹൗസ്. അവളുടെ വീട്ടിലേക്ക് പോണത് എനിക്ക് ഓർമ്മയുണ്ട്, അതാണ്. അപ്പോൾ ഐ റിമെമ്പർ ഗോയിങ്, ആ പ്രവൃത്തി ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ടെന്ന്. റിമെമ്പർ ടു റിട്ടേൺ ദ കീസ് എന്ന് പറഞ്ഞാൽ കീസ് റിട്ടേൺ ചെയ്യാൻ മറക്കരുത്. വേറെ ആളുടെ കീസാ, അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ കീസാ, അത് തിരിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ പോവാൻ, ഇല്ലെങ്കിൽ നമുക്ക് ഫൈൻ വരും. റിമെമ്പർ ടു റിട്ടേൺ ദ കീസ്. അല്ലെങ്കിൽ ഫോർഗെറ്റ് വെച്ചിട്ടാണെങ്കിൽ ഐ വിൽ നെവർ ഫോർഗെറ്റ് പ്ലേയിങ് ഫുട്ബോൾ വിത്ത് ഹിം. ഓ, വലിയൊരു ഫുട്ബോൾ താരത്തിൻ്റെ കൂടെ ഒരു അവസരം കിട്ടി ഫുട്ബോൾ കളിക്കാൻ, പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ പറയാം ഐ വിൽ നെവർ ഫോർഗെറ്റ് ഇറ്റ്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഡോണ്ട് ഫോർഗെറ്റ് ടു ടേക്ക് യുവർ വാലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാലറ്റ് എടുക്കാൻ മറക്കരുത്. അപ്പോൾ ഒന്ന് ഞാൻ മറക്കില്ല, എന്തൊരു സംഭവം. മറ്റേത് മറക്കരുത്. എന്താ മറക്കരുത്? ഡോണ്ട് ഫോർഗെറ്റ് ടു, മറക്കരുത് എന്തെങ്കിലും കാര്യം. ഡോണ്ട് ഫോർഗെറ്റ് ടു സ്വിച്ച് ഓഫ് ദ ഫാൻ. ഫാന് കുറേ കറണ്ട് വലിക്കുന്നതാണ്, കുറച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാൻ മറക്കരുത് നീ റൂമിൽ നിന്ന് പോകുമ്പോൾ. ഡോണ്ട് ഫോർഗെറ്റ് ടു ഡൂ ദാറ്റ്. അപ്പോൾ ചെയ്യാൻ മറക്കരുത്. ഐ വിൽ നെവർ ഫോർഗെറ്റ് പ്ലേയിങ്. അവിടെ ടു ഇല്ല, ഫോർഗെറ്റ് ടു പ്ലേയിങ് അല്ല, ഫോർഗെറ്റ് പ്ലേയിങ് എന്ന് പറഞ്ഞാൽ ആ സംഭവം ഞാൻ മറക്കില്ല എന്നാണ് അർത്ഥം. പിന്നെ ഒരു കാര്യം വരുന്നത് പ്രപ്പോസിഷൻസ് കുറച്ചുണ്ട്. അത് കഴിഞ്ഞിട്ട് മോസ്റ്റ്ലി പൊതുവെ ING ആണ് വരിക. ഇപ്പോൾ ഷീസ് ഗുഡ് ആറ്റ് പ്ലേയിങ് ചെസ്. അവൾ ചെസ് കളിക്കുന്നതിൽ നല്ല കഴിവുള്ള കുട്ടിയാണ്. ഷീസ് ഗുഡ് അറ്റ് പ്ലേയിങ്. ഷീസ് ഗുഡ് അറ്റ് ടു പ്ലേ എന്ന് പറയില്ല. അതുപോലെ രാത്രി ഓടിക്കുന്നത്, വണ്ടി ഓടിക്കുന്നത് കുറച്ച് പാടാണ്. ഡ്രൈവിംഗ് അറ്റ് നൈറ്റ് ഇസ് ഡിഫിക്കൾട്ട്. രാത്രി വണ്ടി ഓടിക്കുന്നത് കുറച്ച് പാടാണ്. അപ്പോൾ
ഈ ലെസൺ കുറച്ച് ട്രിക്കിയാണ്. നിങ്ങളിത് 1, 2 തവണ കാണേണ്ടി വരും. ഇപ്പൊ ഇന്നിപ്പോ നിങ്ങൾ കണ്ട ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങളെല്ലാം മറന്നു പോകാൻ ചാൻസ് ഉള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ സെന്റൻസസ് ഒക്കെ വളരെ ബേസിക് സെന്റൻസ് അല്ലേ. അങ്ങനെ ഭയങ്കര ഡിഫിക്കൾട്ടോ അങ്ങനത്തെ സെൻസസുകളല്ല. അപ്പോ ഈ സെന്റൻസുകളിൽ ടു ഉപയോഗിക്കുകയാണോ ing ഉപയോഗിക്കുകയാണോ എന്ന് അറിയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ വെർബ്സ് ഒക്കെ വേറെ വേറെ എക്സാമ്പിൾസ് വെച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യണം. എൻ്റെ കോഴ്സ് എടുത്ത് ലേൺ ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് ഞാൻ കോമെന്റ്സിലോ മെയിലിലോ ഒക്കെ ഞാൻ അവർക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. ലൈവ് ക്ലാസ്സസിലല്ല, അല്ലാത്ത ക്ലാസ്സസിൽ പോലും അവർക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവാറുണ്ട്. യൂട്യൂബ് ആണെങ്കിൽ കുറേ കമന്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ എനിക്ക് എല്ലാം കൂടെ കാണാനോ ഉത്തരം കൊടുക്കാനോ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. കോഴ്സ് പക്ഷേ അങ്ങനെയല്ല, പെയ്ഡ് അല്ലേ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കാറുണ്ട്. അവിടുത്തെ കമന്റ്സ് ഒക്കെ തീർത്തിട്ട് ഞാൻ യൂട്യൂബ് കമന്റ്സ് നോക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇമെയിൽ അയച്ച് അറിയിക്കുക. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആണ് ഈ ജെറൻസ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ജെറൻസ് അല്ലെങ്കിൽ 2+ ഇൻഫിനിറ്റീവ് രീതിയിൽ ഉപയോഗിക്കുന്നത് കുറച്ച് ടഫാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നത് തന്നെ ഉള്ളൂ കേട്ടോ. ഞാനങ്ങനെ ഭയങ്കര ടഫ് എന്ന് പറയാൻ പറ്റില്ല. ഇത്രയൊക്കെ സിമ്പിളായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ പിടികിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇതിലെ മെയിൻ കാതലായ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്വന്തമായി സെന്റൻസുകൾ ഉണ്ടാക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിൾസില്ലേ, അതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഓൺ സെന്റൻസുകൾ ഉണ്ടാക്കുക. അപ്പോഴതൊരു നല്ല ഒരു എക്സസൈസ് ആവും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ അറിയിക്കുക. പിന്നെന്താ ഉള്ളത്, അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.